നബി തങ്ങൾ ഒരിക്കൽ വീട്ടിലേക്ക് കയറി വരുമ്പോ ഫാത്തിമ കരഞ്ഞു പറഞ്ഞു, ഉപ്പാ പട്ടിണിയാണ് ഉപ്പാ, വല്ലതുമുണ്ടോ ഉപ്പാ? അനജായത്തുമുണ്ടോ? സലാസത്തി അയ്യാം, 3 ദിവസമായി ബാപ്പ ഫാത്തിമ തിന്നിട്ട് ഫാത്തിമാന്റെ വയറ്റിലേക്ക് ഭക്ഷണം ഇറങ്ങിയിട്ട് 3 ദിവസമായി ഉപ്പാ എന്ന് പറഞ്ഞ് വാപ്പാനോട് സങ്കടം പറഞ്ഞ് കരഞ്ഞ് മകൾ പറയുന്നു, ഉപ്പ എന്റേത് വിഷയമല്ല, എന്റെ ഹസനും ഹുസൈനും പട്ടിണിയാണ് ഉപ്പ. ചിന്തിക്കണം നിങ്ങൾ, ഈ ലോകമാകെ പടക്കപ്പെടാൻ കാരണക്കാരനായ അല്ലാഹുവിന്റെ റസൂൽ ദാരിദ്ര്യമായിരുന്നു. ആഡംബരത്തിന്റെ സുവർണ സിംഹാസനങ്ങൾ മതിച്ച് കളിച്ചുല്ലസിക്കുകയല്ല. നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ റസൂൽ ഈ തപ്പനമട്ടലുകളെ കൊണ്ട് മേഞ്ഞെടുത്തോല ഷഡ്ഡിലോ മണ്ണെണ്ണ ഒഴിക്കാൻ വിളക്കിലൊഴിക്കാൻ എണ്ണയില്ലാതെ ഒരിക്കൽ പോലും തീയണക്കത്തിയോ കത്തിക്കപ്പെടാതെ 2-3 ദിവസം കഴിഞ്ഞല്ലോ. ഫാത്തിമ കരഞ്ഞു പറഞ്ഞു, ഉപ്പാ 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറയുമ്പോ നബി തങ്ങളെ സമാധാനിപ്പിച്ചൊരു വാക്കുണ്ട്, വല്ലാത്ത വാക്കാ. മോളെ, നീ ഭക്ഷണം കഴിച്ചിട്ടു 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ, എങ്കിൽ അനജായുണ്ടോ 4 അയ്യാം. മോളെ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 അല്ല 4 ദിവസമായി മോളെ. ഇത് പറയുമ്പോ നോക്കണം, ആരാ റസൂല്? ഇന്ന് ഗൾഫ് പണത്തിന്റെ പണവളപ്പിൽ നിന്റെ വീട്ടിൽ ഹോം തിയേറ്റർ ഒരുക്കുന്ന, ഗൾഫിന്റെ വളവളപ്പിൽ നിന്റെ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന. കേട്ടോ, അല്ലാഹുവിന്റെ റസൂല് മകളെ സമാധാനിപ്പിച്ച് പറയുന്നത്, മോളെ നിനക്ക് 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഞാൻ 4 ദിവസമായി പട്ടിണിയാണ് ഫാത്തിമ. ഏതായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ, വല്ലതും അന്വേഷിക്കട്ടെ, വല്ലതും കിട്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ ഒരു ജൂതന്റെ തോട്ടത്തിലേക്ക് ഇങ്ങ് കടന്നു ചെല്ലുകയാണ്. വല്ലതും കിട്ടുമ്പോ ഫാത്തിമാക്കും പേരക്കുട്ടികൾക്കും കൊടുക്കണം. അങ്ങനെ ജൂതന്റെ തോട്ടത്തിൽ കിടക്കുമ്പോ ഒരു അഅറാബി ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അഅറാബിയുടെ പിന്നിൽ പോയിരുന്നു കൊണ്ട് പതുങ്ങി 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 മെല്ലെ മെല്ലെ വിനയത്തോടെ ഒന്ന് ചോദിച്ചു നോക്കുകയാണ്, നിങ്ങൾക്ക് വെള്ളം കോരിത്തരാൻ ആളെ വേണോ? നിങ്ങൾക്ക് വെള്ളം കോരിത്തരണോ? എന്തെന്ന് പറയോ? ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊടുത്താൽ വല്ലക്കാരക്കയും കിട്ടുമ്പോ വീട്ടിൽ പട്ടിണി മാറ്റാമല്ലോ, മകൾക്ക് പേരക്കുട്ടികൾക്ക് കൊടുക്കാമല്ലോ. ഈ തപ്പന തോട്ടത്തിൽ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കുന്ന അറാബിയുടെ പിന്നിൽ ചെന്നുകൊണ്ട് വിനയത്തോട് ഒരു ചോദ്യം, നിങ്ങൾക്ക് വെള്ളം മുക്കിത്തരാൻ ആളെ വേണോ? വേണമെന്ന് അറാബി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റുകൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം മുക്കിക്കൊടുക്കുന്നു. 3 കാരക്ക പ്രതിഫലം കിട്ടുന്നു. അങ്ങനെ ഒരു ബക്കറ്റിന് 3 കാരക്ക. രണ്ടാമത്തെ ബക്കറ്റ് വെള്ളം മുക്കിക്കൊടുത്തു, അതിനും 3 കാരക്ക. മൂന്നാമത്തെ ബക്കറ്റും മുക്കിക്കൊടുത്തു, അതിനും 3 കാരക്ക. അങ്ങനെ 9 കാരക്ക കിട്ടുമ്പോൾ 4ാമത്തെ ബക്കറ്റ് മുക്കാൻ അല്ലാഹുവിന്റെ റസൂല് ബക്കറ്റ് കിണറ്റിലേക്ക് ഇടുമ്പോൾ കയറങ്ങ് പൊട്ടി, ബക്കറ്റ് അങ്ങ് പൊട്ടിച്ചാടുമ്പോൾ ഈ അറാബിക്ക് സംസ്കാരമില്ലല്ലോ, സ്വഭാവങ്ങളില്ലല്ലോ. അറാബി തന്റെ ശക്തിയായ കൈകൊണ്ട് എടാ നീ എന്ന ബക്കറ്റ് തള്ളിയിട്ടോ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട പനനീർ നിറമുള്ള മുഖത്ത് ശരീരത്തിൽ ആ
അഞ്ഞി കൈയും പതിയുന്ന രൂപത്തിൽ 5 വിരലും പതിയുന്ന രൂപത്തിൽ അങ്ങ് അടിക്കുമ്പോൾ വേദന കൊണ്ട് കണ്ണീര് വന്ന് കണ്ണീര് തുടച്ചുകൊണ്ട് കിട്ടിയ 9 കാരക്കയുമായി തിരിച്ചൊന്നും തന്നെ പറയാതെ ആ വീട്കടത്തിൽ വീണ ബക്കറ്റ് രണ്ടാമത് എടുത്തു കൊടുത്തുകൊണ്ട് 9 കാരക്കയുമായി വീട്ടിലേക്ക് നടന്നു നീങ്ങുകയാണ്. ആരെന്നറിയോ? ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ 9 കാരക്കയുമായി വീട്ടിൽ ചെന്നുകൊണ്ട് ഹസന തന്റെ വലത്തെ തുടയിലും ഹുസൈന തന്റെ ഇടത്തെ തുടയിലും ഇരുത്തിയിട്ട് തന്റെ പേരക്കുട്ടികൾക്ക് കാരക്ക കൊടുക്കുമ്പോൾ അപ്പോഴാണ് അറാബി പിന്നെയാ ചിന്തിക്കുന്നത്, ആരെയാണ് ഞാൻ അടിച്ചത്, ആരെയാ ഞാൻ വേദനിപ്പിച്ചത്? ഒരു പ്രവാചകനെയാണോ? അതേ, ഒരു പ്രവാചകനെയാണല്ലോ ഞാൻ അടിച്ചത്. അറാബിയുടെ മനസ്സിനുള്ളിൽ ദുഃഖങ്ങൾ വന്നു, സങ്കടങ്ങളായി, അലോസരപ്പെടുത്തലുകളായി. അറാബി ചിന്തിച്ചു, ഒരു പ്രവാചകനെയാണല്ലോ എന്റെ കൈ കൊണ്ട് ഞാൻ അടിച്ചത്, ഇനി എനിക്ക് രക്ഷ ഉണ്ടാകുമോ? അങ്ങനെ കരഞ്ഞുകൊണ്ട് മൂർച്ചയുള്ള കത്തിയെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ അടിച്ച ഈ കൈപ്പത്തി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വലത്തെ കൈപ്പത്തി അങ്ങ് അറുത്തറുത്തറുത്തറുത്തറുത്തങ്ങ് വീഴുകയാണ്, ഛേദിച്ച് കളയുകയാണ്. അങ്ങനെ ബോധരഹിതനായി വീഴുമ്പോൾ വഴി യാത്രക്കാർ നടന്നു വരുമ്പോ വലത്തെ കൈപ്പത്തി അങ്ങ് മുറിഞ്ഞു വീണ് ബോധരഹിതനായി കിടക്കുന്ന ഈ അറാബിയെ കാണുമ്പോ വെള്ളം തെളിയിച്ച് ബോധം വരുമ്പോ വഴിയാത്രക്കാര് ചോദിക്കുന്നു, എങ്ങനെ നിന്റെ കൈപ്പത്തി അറ്റുപോയി മനുഷ്യ? അറാബി കരഞ്ഞു പറയുകയാ, എന്റെ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിത്തരുമ്പോ ബക്കറ്റ് അങ്ങ് കിണറ്റിൽ വീണപ്പോ ഞാൻ അടിച്ചതൊരു മുഹമ്മദ് എന്ന പ്രവാചകനെയാ. ആ ദുഃഖം കൊണ്ട് ആ കൈപ്പത്തി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുറിച്ചതാണെന്ന് പറഞ്ഞ് അവസാനം പൊരുത്തപ്പെടിക്കാൻ മാപ്പാക്കാൻ വേണ്ടി ഈ വലത്തെ കൈപ്പത്തി തന്റെ ഇടത്തെ കയ്യിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് നടന്നു ചെല്ലുമ്പോ പള്ളിയിലെ സ്വഹാബികൾ പറഞ്ഞു, മുത്തുനബി ഇവിടെ ഇല്ല, വീട്ടിലായിരിക്കുമെന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് ഈ മുറിച്ചു മാറ്റപ്പെട്ട വലത്തെ കൈപ്പത്തി ഇടത്തെ കയ്യിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മകളെ ഫാത്തിമാന്റെ വീട്ടിൽ ചെന്നിട്ട് തുറക്കൽ ബാബാ അയ്യാ മുഹമ്മദു, മുഹമ്മദേ വരണേ. വീട്ടിൽ പേരക്കുട്ടികൾക്ക് കാരക്ക കൊടുക്കുന്ന പുണ്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് നബി തങ്ങൾ മകളോട് പറഞ്ഞു, ഫാത്തിമ ആരോ എന്നെ വിളിക്കുന്നു, നീ ഒന്ന് പോയി നോക്കൂ, ആരോ വിളിക്കുന്നല്ലോ. ഫാത്തിമ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യനെ കാണുമ്പോൾ ഫാത്തിമ ബീവി പറയുന്നു, അബീ ബാപ്പ, ഒരു മനുഷ്യൻ വലത്തെ കൈപ്പത്തി ഇടത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോരയൊലിച്ച് കരയുന്നു. അല്ലാഹുവിന്റെ റസൂൽ മെല്ലെ മെല്ലെ വാതിൽക്കലേക്ക് വന്നുകൊണ്ട് വാതിൽ തുറന്നപ്പോഴേക്ക് അറാബി അട്ടാസിച്ച് പറയുന്നു, അഫ്വൻ അഫ്വാ, അഫ്വൻ അഫ്വാ, നബിയെ എന്നോട് മാപ്പാക്കണമെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നബിയൻ റഹ്മത്ത് ലഖബ് പാനെ വാലാ മുറാദേ ഗരീബോं की ബർലാനെ വാലാ. ഞാൻ സുകുമാർ കക്കാടിന്റെ 2 വരി പാടിയില്ലയോ, സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക, അങ്ങയെ പുൽകുമോ 1000 ഓർമ്മകൾ കുന്തിരിക്കം പുകച്ചെത്തും ഈ വേളയിൽ. ഈ കൈപ്പത്തി ഇടത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്നോട് മാപ്പാക്കണമെന്ന് പറയുമ്പോ ആറാബിയുടെ 5 വിരലും പതിഞ്ഞ പണ പോയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫൗതു, ഞാൻ മാപ്പാക്കി എന്ന് പറയുമ്പോ അറാബി കരഞ്ഞു പറഞ്ഞു, ഓ നിങ്ങൾ സത്യപ്രവാചകനെങ്കിൽ മുൻകഴിഞ്ഞു പോയ മുർസലീങ്ങൾ ചെയ്ത പോലെ
അറ്റതും മുറിഞ്ഞതും സുഖപ്പെടുത്തുമല്ലോ. നിങ്ങൾ ഈ കയ്യൊന്ന് ശരിയാക്കി തരുമോ? മുഅ്ജിസത്തുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ തന്നെ അടിച്ച കൈപ്പത്തി വെച്ച് അവിടെ തുമുനീര് കൊണ്ട് അവിടെ തന്നെ വെച്ച് കൊടുത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ അതങ്ങ് ക്ലിയറാകുന്നു. ആ കൈപ്പത്തി അങ്ങ് ശരിയാകുമ്പോ അതേ അടിച്ച കൈപ്പത്തി പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ച് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്. ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും അല്ലായ്മയുടെയും പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും കഷ്ടപ്പാടിന്റെയും പ്രയാസത്തിന്റെയും വല്ലാതെ ബേജാറാവും അടങ്ങേറും ഉണ്ടാകുമ്പോഴും അല്ലാഹുവിലേക്ക് ജീവിതം സമർപ്പിച്ച പുണ്യ